ഇൻട്രോനൊന്നും ഇപ്പോൾ വരെ പവറില്ല സുഹൃത്തുക്കളെ. എനിക്ക് തീരെ വയ്യ കേട്ടോ. എഡിറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൊക്കെ ഭയങ്കര സ്ട്രെയിൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എഡിറ്റിങ് കഴിഞ്ഞിരുന്നപ്പോൾ അമ്മ വീണ്ടും ഒരു പണിയൊന്ന് വാ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നു. അടുത്ത പണി ഇത് എഡിറ്റ് ചെയ്ത് നമ്മൾ ചാനലിലോട്ട് ഇടണം. കുറേ വ്ളോഗുകളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ വൈകാതെ അടിപൊളി വ്ളോഗ്സൊക്കെ വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടല്ലോ. എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് മട്ടൻ ബിരിയാണി വെക്കും കേട്ടോ. എൻ്റെ അമ്മയായതുകൊണ്ട് പറയുന്നല്ല, അടിപൊളി മട്ടൻ ബിരിയാണി വെക്കും. ഇവിടെ നല്ല മഴയാണ് സുഹൃത്തുക്കളെ. ഏകദേശം അരമണിക്കൂറായി അടുപ്പിച്ച് ഒരു അരമണിക്കൂറായി അടുപ്പിച്ച് മഴയാണ് ഇവിടെ. അപ്പോൾ നല്ല ഉറങ്ങാനാണ് തോന്നുന്നത്. പക്ഷേ ഫുഡ് വല്ലതും കഴിക്കണ്ടേ. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിച്ച് അപ്പോൾ നമുക്ക് ഇനി നേരെ പോയിട്ട് കുറച്ച് വെളുത്തുള്ളി നേരാക്കാൻ ഉണ്ട്. എന്നാലും നമുക്ക് മട്ടൻ ബിരിയാണിയിലോട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പോയി കുറച്ച് വെളുത്തുള്ളിയൊക്കെ നേരാക്കിയിട്ട് നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ. കറണ്ട് പോയി സുഹൃത്തുക്കളെ. നമ്മൾ കുക്കിംഗ് ഒന്ന് ഓണാക്കി വന്നപ്പോൾ കറണ്ട് ഓഫ് ആയി പോയി. ഇനി കറണ്ട് വരുമ്പോഴത്തേക്ക് കാണാം കേട്ടോ. അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കാണ് കറണ്ട് പോയത്. ഇതേ മട്ടനൊക്കെ ഫ്രീസറിൽ വെച്ചത് ഇതാക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതേ നല്ല അടിപൊളി മുളക് ചമ്മന്തിയൊക്കെ മരച്ചു. ഇതേ ഒരാൾ പേടിച്ചിട്ട് എൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. എന്തിനാ പേടി? കഴിച്ച് ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് മഴ പെയ്തിട്ട് ആകെപ്പാടെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി എന്തായാലും കറണ്ടൊക്കെ വന്നിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. കേട്ടോ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പം കറണ്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഭയങ്കര ടയേർഡാണ് ഗൈസ്. ഈ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞു ഫുൾ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഉറക്കമില്ല. നേരെ നൈറ്റൊക്കെ ഇരുന്ന് എഡിറ്റിംഗ് ആണ്. അപ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് വീഡിയോയിലൊരു ചെറിയ തിരുത്തുണ്ട്. നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറിയാണ്. ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മട്ടൻ കറിയാണ്, മട്ടൻ ബിരിയാണി അല്ലാന്ന്. അതൊരു വലിയ തിരുത്താണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്തായാലും മതി മട്ടൻ കറിയൊക്കെ അവിടെ വെക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോയി. ഞാൻ ഇപ്പം അത്രയും കിടന്ന് ഉറങ്ങിയതാണ്. എനിക്ക് അത്രയും ക്ഷീണമുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നേരെ അടുക്കളയിലോട്ട്. നമ്മളിതേ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെക്കാൻ ശേഷം അതിലേക്ക് ഇത് ഈ സംഭവം എന്താണ് ചെറിയുള്ളിയും പിന്നെ മറ്റേ കറുകപ്പട്ടയില്ലേ അതാണ് എന്തോ സംഭവം കേട്ടോ. പിന്നെ മിക്സി ജാറക്കി നമ്മുടെ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇതാക്കുക. അതെവിടെ മട്ടനൊക്കെ ഇത് ലിവറാട്ടോ. ലിവറും കരളുമാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് മട്ടൻ കറി അല്ല, സോറി മട്ടൻ ബിരിയാണി എന്നാണ്. സോ എല്ലാവർക്കും സോറി, മട്ടൻ കറിയാണ്. ഓക്കെ, അതെന്തായാലും തിരുത്തിയിട്ടുണ്ട്. മട്ടൻ കറി ഗൈസ്, മട്ടൻ കറി. ഇഡ്ഡലി ഇങ്ങനെയുള്ളൊക്കെ ഇത് ആവിയിൽ വെന്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല നമ്മുടെ അടിപൊളി ചുവന്ന ചമ്മന്തി ഗൈസ്, അടിപൊളി. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഈ സാധനത്തിൻ്റെ പേരെന്താണ്, ഉലുവയല്ലല്ലോ ഇത്. ഈ സാധനത്തിൻ്റെ പേരെന്താ ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ നമ്മുടെ കുരുമുളക്, ഈ പട്ടട സംഭവം, പിന്നെ ഫെനിൻസ്, മറ്റേ ഉലുവയാണ്. ഉലുവ എനിക്കറിയത്തില്ല. ഉലുവയുടെ പേരെന്താണ്, കൊത്തമല്ലിയുടെ സംഭവം. എനിക്ക് കറക്റ്റ് പേരത്തെ എനിക്കറിയാൻ. നിങ്ങളത് നോക്കിയുണ്ടായിരിക്കും. എനിക്ക് അതിൻ്റെ പേരിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അടുക്കളയിൽ. അമ്മതേ അവിടെ വീട്ടിലൊരു ചെറിയൊരു അതിഥി വന്നിട്ടുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി സ്റ്റെപ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വരാം. സൈഡിലുണ്ട്, ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കുക പറഞ്ഞാൽ സൈഡിൽ പോയി നോക്കുന്നുണ്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു അങ്കിള് കണ്ടു കേട്ടോ. ഞാൻ ചിരിച്ചത് വേറൊന്നല്ല, നമ്മുടെ വീട്ടിൽ വന്ന അങ്കിള് കണ്ടു കഴിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതാണ് ഞാൻ ചിരിച്ച വേറൊന്നല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി കുക്കിങ്ങിലോട്ട് പോകാം. ഇതേ അമ്മ എൻ്റെ അടുത്ത് ഇളക്കാൻ പറഞ്ഞു കേട്ടോ. അമ്മ അതെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കായി സുഹൃത്തുക്കളെ ഇപ്പം ജോലി എന്താ പറയുക കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സൈഡിൽ അപ്പം കൊടുത്തേക്കാം. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് തക്കാളി കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി, പൊടി. പിന്നെ അത് എന്തിന്റെ പേസ്റ്റ് അമ്മ? കുരുമുളക്, കൊത്തമല്ലി, പിന്നെ പെരിഞ്ജീരകം. ഓക്കെ ഗൈസ്, കുരുമുളക്, കൊത്തമല്ലി, പെരിഞ്ജീരകം, സാദാ ജീരകം വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് ഇപ്പം അമ്മ ഒഴിച്ചത്. ഓക്കെ, നല്ലോണം ഇളക്കി വിടണം കേട്ടോ. കുറച്ചമ്മ തൈര് ഇട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാനതേ ഒന്ന് അങ്ങോട്ട് പോയപ്പോഴേക്കും അമ്മ തൈരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗൈസ് ദേ അടുത്ത് നമ്മൾ മട്ടൻ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കേ, നല്ല അടിപൊളി മട്ടൻ കേട്ടോ. ഞാൻ പോയിട്ട് കുറച്ച് നേരം എഡിറ്റിംഗ് കൂടെ ചെയ്ത് വന്നിട്ട് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇതേ പ്ലേറ്റിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അടിപൊളി. ഇത് നീങ്ങാ കേട്ടോ, കഴിച്ചോ. ഇനി ഞാൻ കഴിക്കാം. അടിപൊളി, മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് സൂപ്പർ സാധനം. കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോടും. ഈ മട്ടൻ കറി ഇഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴാൻ വേണ്ടിയാട്ടോ. സോ ഹോപ്പ് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.